ഹരേ കൃഷ്ണ. ഇന്നത്തെ ചൈതന്യ ചേതാവും ക്ലാസ്സിലോട്ട് വന്നു ചേർന്ന എല്ലാ ഭക്തന്മാർക്കും വിനീതമായ സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 12-ാമത്തെ അധ്യായം, അതിലെ 18-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 12-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകം മുതൽ. ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ, ജയ ജയ ശ്രീ ചൈതന്യ ജയ നിത്യാനന്ദ, ജയ ദ്വൈത ചന്ദ്ര ജയ ഗൗരഭക്ത വൃന്ദ. ശ്ലോകം 18. കൃഷ്ണ മിശ്ര നാമ ആര ആചാര്യ തനയ, ചൈതന്യ ഗോസായി ബേസെ യാൻ ഹര ഹൃദയ. കൃഷ്ണ മിശ്ര നാമ ആര ആചാര്യ തനയ, ചൈതന്യ ഗോസായി ബേഷെ ബൈസെ യൻഹാര ഹൃദയ. കൃഷ്ണ മിശ്ര നാമ ആര ആചാര്യ തനയ, ചൈതന്യ ഗോസായി ബൈസെ യൻഹാര ഹൃദയ. ശബ്ദാർത്ഥം: കൃഷ്ണമിശ്ര, കൃഷ്ണമിശ്രൻ, നാമ പേരുള്ള, ആര ആചാര്യ തനയ അദ്വൈത ആചാര്യന്റെ പുത്രൻ, ചൈതന്യ ഗോസായി ചൈതന്യ മഹാപ്രഭു, ബൈസെ ഇരിക്കുന്നു, യാൻഹാര അവിടുത്തെ, ഹൃദയ ഹൃദയത്തിൽ. വിവർത്തനം ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവസ്വാമി പ്രഭുപാദ് ശീല പ്രഭുപാദ്. വിവർത്തനം: കൃഷ്ണമിശ്രൻ അദ്വൈതാചാര്യന്റെ പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചൈതന്യ മഹാപ്രഭു സദാ വിരാജിച്ചിരുന്നു. ഭാവാർത്ഥം: അദ്വൈതാചാര്യന്റെ 6 പുത്രന്മാരിൽ 3 പേർ അച്യുതാനന്ദനും കൃഷ്ണമിശ്രനും ഗോപാലദാസനും ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനങ്ങളിൽ വിശ്വസ്തയോടെ മുഴുകി ജീവിച്ചു. അച്യുതാനന്ദൻ അവിവാഹിതനായിരുന്നതിനാൽ സന്താനങ്ങളില്ല. അദ്വൈതാചാര്യന്റെ 2-ാമത്തെ പുത്രനായ കൃഷ്ണമിശ്രന് 2 പുത്രന്മാരുണ്ടായിരുന്നു, രഘുനാഥ ചക്രവർത്തിയും ഡോലഗോവിന്ദനും. രഘുനാഥന്റെ പിൻഗാമികൾ ഇപ്പോഴും മദനഗോപാല പാദത്തിനും കണകരത്തിനും വൃജാപുരത്തിനും കുമാരകാരിക്കും സമീപത്തുള്ള ശാന്തിപുരത്ത് ജീവിക്കുന്നു. ഡോലഗോവിന്ദന് ചാന്ദൻ, കന്ദർപ്പൻ, ഗോപിനാഥൻ എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായിരുന്നു. കന്ദർപ്പന്റെ പിന്തുടർച്ചക്കാർ ജിഗാബാടി ഗ്രാമത്തിലെ മൽദയിൽ വസിക്കുന്നു. ഗോപിനാഥന് 3 പുത്രന്മാരുണ്ടായിരുന്നു, ശ്രീവല്ലഭൻ, പ്രാണവല്ലഭൻ, കേശവൻ. ശ്രീവല്ലഭന്റെ പിന്തുടർച്ചക്കാർ മഷിയാധാരാം, മഹിഷധേര, ധാമുകദിയ, ചണ്ഡീപുരം ഗ്രാമങ്ങളിൽ വസിക്കുന്നു. ശ്രീവല്ലഭന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ ഗംഗാനാരായണനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വംശാവലി പട്ടികയുണ്ട്. ശ്രീവല്ലഭന്റെ ഏറ്റവും ഇളയ പുത്രനായ രാമഗോപാലന്റെ പിൻഗാമികൾ ഇപ്പോഴും ധാമുകദിയ, ചണ്ഡീപുരം, ഷോലമാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ വസിക്കുന്നു. പ്രാണവല്ലഭന്റെയും കേശവന്റെയും പിൻഗാമികൾ ഉദലിയിൽ വസിക്കുന്നുണ്ട്. പ്രാണവല്ലഭന്റെ പുത്രൻ രത്നേശ്വരനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ കൃഷ്ണരാമനും ഇളയ സഹോദരൻ ലക്ഷ്മീനാരായണനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ നവകിശോരന്റെ 2-ാമത്തെ പുത്രൻ രാമമോഹനനും അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ ജഗബന്ധുവുമായിരുന്നു. അദ്ദേഹത്തിന്റെ 3-ാമത്തെ പുത്രൻ വീരചന്ദ്രൻ സന്യാസം സ്വീകരിക്കുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വിഗ്രഹം കട്ടുവയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. രാമമോഹനന്റെ ഈ 2 പുത്രന്മാരും ബഡാ പ്രഭു എന്നും ചോട്ടാ പ്രഭു എന്നും അറിയപ്പെട്ടിരുന്നു. ഇവരാണ് നവദ്വീപ് ധാമ പരിക്രമത്തിന് ആരംഭം കുറിച്ചു വെച്ചത്. അദ്വൈത പ്രഭുവിന്റെ കൃഷ്ണമിശ്രന്റെ പൂർണ്ണമായ വംശാവലി പട്ടിക അറിയാൻ വൈഷ്ണവ മഞ്ജുഷ പരിശോധിക്കാവുന്നതാണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാക്കയാ ചക്ഷുരുന്മീലിതമേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകദാമഹ്യം ദദാന്തീശ്വപദാന്തികം വന്ദേഹം ശ്രീ ഗുരു ശ്രീയുതപദകമലം ശ്രീ ഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹനരുനാഥാമുദന്തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീ രാധാകൃഷ്ണ പാദാൻ വിശാഖാൻവിതാംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലെ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവി ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശതാരിണി
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्तवृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। पंचाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്യുന്നത് ശ്രീ ചൈതന്യ ചരിതാമൃതം ആദിലീലയിലെ 18ാമത്തെ അധ്യായമാണ്. അപ്പൊ 18ാമത്തെ അധ്യായം എന്ന് പറയുന്നത് അദ്വൈത ഗതാധരന്മാരുടെ വിസ്തരണങ്ങൾ അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങൾ ചൈതന്യ മഹാപ്രഭുവിന്റെ വിസ്തരണങ്ങളും നിത്യാനന്ദ പ്രഭുവിന്റെ വിസ്തരണങ്ങളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഇനി അദ്വൈത ആചാര്യനും ഗതാധരന്മാരുടെയും വിസ്തരണങ്ങളെ പറ്റിയാണ് ഈ ഒരു അധ്യായത്തിൽ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതില് നമ്മൾ ഇന്നത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ ഭാഗ്യത്തിൽ അദ്വൈതാചാര്യന്റെ വിസ്തരണങ്ങളെ പറ്റിയാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പൊ അതിൽ നമുക്ക് കാണാം, ഇന്നത്തെ ഈ ശ്ലോകത്തിൽ ശ്ലോകം 18 മുതലാണ് നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പൊ അതില് അദ്വൈതാചാര്യന്റെ പുത്രന്മാരെ പറ്റി, ഇപ്പൊ കൃഷ്ണമിശ്രൻ അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു, പിന്നെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചൈതന്യ മഹാപ്രഭു സദാ വിരാജിച്ചിരുന്നു ഉള്ള കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതില് അദ്വൈതാചാര്യർക്ക് 6 പുത്രന്മാരാണ്. അതിൽ 3 പുത്രന്മാരെ പറ്റി ഈ ഒരു ഇതിൽ പറയുന്നു. അതായത് അച്യുതാനന്ദൻ, കൃഷ്ണമിശ്രനും ഗോപാലദാസൻ. അവര് ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനങ്ങളിൽ അവര് പൂർണ്ണമായിട്ടും മുഴുകിയിരുന്നു ഉള്ള കാര്യം പറയാണ്. പിന്നെ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടാണ് അദ്ദേഹം സേവനം ചെയ്ത് അദ്ദേഹം സന്യാസം എടുക്കുകയും ചെയ്തു. പിന്നെയുള്ള 2 പേരും കൃഷ്ണമിശ്രനും ഗോപാലദാസനും അവര് ഗൃഹസ്ഥ ജീവിതത്തിലായിരുന്നു ഏർപ്പെട്ടിരുന്നത്. അപ്പൊ അങ്ങനെ അവരുടെ മക്കളും അവരും ചൈതന്യ മഹാപ്രഭുവിടെ സേവനത്തിനായി വന്ന് അങ്ങനെ ഒരു അദ്വൈതാചാര്യൻ നിന്ന് തുടങ്ങുന്ന ഒരു പരമ്പര അങ്ങനെ മുന്നോട്ട് പോവാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ഭാവാർത്ഥത്തിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതില് അദ്വൈതാചാര്യന്റെ ആ ഒരു ഫാമിലി ട്രീനെ പറ്റി അല്ലെ, ആ ഒരു പരമ്പരയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. ഈ ഒരു ശ്ലോകത്തിൽ നമുക്കത് മനസ്സിലാക്കാം. ഇനി തുടർന്നുള്ള ശ്ലോകങ്ങൾ അതിനെപ്പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ശ്ലോകം 19. ശ്രീ ഗോപാല നാമേ ആചാര്യരെ സുത താൻഹാര ചരിത്ര ശുന അത്യന്ത അദ്ഭുത. ശബ്ദാർത്ഥം ശ്രീഗോപാലൻ നാമത്താൽ ആര വേറൊരു ആചാര്യര് അദ്വൈതാചാര്യന്റെ സുത പുത്രൻ താൻഹാര അദ്ദേഹത്തിന്റെ ചരിത്ര സ്വഭാവം ശുന കേൾക്കുക അത്യന്തം അദ്ഭുതകരം. വിവർത്തന ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തി ശിവ. വിവർത്തനം: ശ്രീ ഗോപാലൻ അദ്വൈതാചാര്യന്റെ മറ്റൊരു പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കേൾക്കൂ, അവ അത്യന്തം അദ്ഭുതകരമാണ്. ഭാവാർത്ഥം: മുകളിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഗോപാലൻ അദ്വൈത ആചാര്യന്റെ ദൃഢഭക്തരായ 3 പുത്രന്മാരിൽ ഒരാളായിരുന്നു. കൃഷ്ണ ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഭാവാർത്ഥം: മുകളിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഗോപാലൻ അദ്വൈത ആചാര്യന്റെ ഭക്തരായ 3 പുത്രന്മാരിൽ ഒരുവനായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് ചൈതന്യ ചരിതാമൃതം മധ്യലീലയിൽ 12ാം അധ്യായത്തിൽ 149 മുതൽ 149 വരെയുള്ള ശ്ലോകങ്ങളിൽ കൂടുതൽ വിവരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു 19ാമത്തെ ശ്ലോകത്തില് നമുക്കറിയാം അദ്വൈതാചാര്യന്റെ 3 പുത്രന്മാരെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പൊ അതില് ഈ ശ്രീ ഗോപാലൻ എന്ന് പറഞ്ഞ ഒരു പുത്രൻ അല്ലെ, അദ്ദേഹത്തിനെ പറ്റിയാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം ഈ അദ്വൈതാചാര്യന്റെ ഈ 3 പുത്രന്മാര് ചൈതന്യ മഹാപ്രഭുവിന്റെ വളരെ വിശ്വസ്തനായ സേവകന്മാരായിരുന്നു. അപ്പം അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മധ്യലീലയിൽ വരുന്നുണ്ട്. 12ാം അധ്യായത്തിൽ 143 ശ്ലോകം മുതൽ 149 വരെ ശ്ലോകങ്ങൾ കൂടുതൽ വിവരിക്കുന്നുണ്ട്. ഇനി അടുത്തത് ശ്ലോകം 20. ഗുണ്ടിജ മന്ദിരെ മഹാപ്രഭുര സമ്മുഖേ കീർത്തനെ നർത്തന കരെ ബട പ്രേമ സുഖേ. ശബ്ദാർത്ഥം: ഗുണ്ടിജ മന്ദിരെ ജഗന്നാഥപുരിയിലെ ഗുണ്ടിജ മന്ദിരത്തിൽ മഹാപ്രഭുവിന്റെ സമ്മുഖേ മുന്നിൽ കീർത്തനെ സങ്കീർത്തനത്തിൽ നൃത്തം കരെ ചെയ്തു ബട വളരെയധികം പ്രേമസുഖേ പ്രേമാനന്ദത്തിൽ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണ കൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണ അരവിന്ദ ഭക്തി ശീല പ്രഭുപാദ് കി ജയ്. വിവർത്തനം: ശ്രീ ചൈതന്യൻ ജഗന്നാഥ്പുരിയിലെ ഗുണ്ടിജ മന്ദിരം ശുദ്ധി ചെയ്തപ്പോൾ ഗോപാലൻ അവിടുത്തെ മുന്നിൽ പ്രേമാനന്ദത്താൽ കീർത്തനവും നൃത്തവും ആടി. ഭാവാർത്ഥം: ഗുണ്ടിജ മന്ദിരം ജഗന്നാഥ്പുരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ വർഷവും ജഗന്നാഥ് ക്ഷേത്രത്തിൽ നിന്ന് ജഗന്നാഥനും ബലഭദ്രനും സുഭദ്രയും 8 ദിവസം അവിടെ വസിക്കാൻ വരുന്നു. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയിൽ താമസിച്ചിരുന്നപ്പോൾ എല്ലാ വർഷവും മുഖ്യ ഭക്തന്മാരോടൊപ്പം ഈ ക്ഷേത്രം ശുചീകരിച്ചിരുന്നു. ചൈതന്യ ചരിതാമൃതത്തിലെ ഗുണ്ടിജ മാർജന അധ്യായം
മധ്യലീല 12 ഇത് വിപുലമായി വിവരിക്കുന്നു. അപ്പം ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു ഗോപാലൻ എന്ന ഭക്തൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്നു, ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലുള്ള കാലത്തില് നമുക്കറിയാമല്ലോ ഗുണ്ടിച മന്ദിരം. നമ്മളെപ്പോഴും ജഗന്നാഥ്പുരിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും അല്ലെ. നമുക്ക് മെയിൻ ജഗന്നാഥ ക്ഷേത്രമുണ്ട്, പിന്നെ ഗുണ്ടിച ക്ഷേത്രമുണ്ട്. അപ്പൊ അതില് ഈ ഗുണ്ടിച മന്ദിരത്തില് നമുക്ക് നമുക്ക് രഥയാത്രയ്ക്ക് മുന്നോടിയായിട്ട് അല്ലെ, നമുക്കറിയാം മധ്യലീലയിൽ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അവിടെ ഭഗവാൻ വന്നിരിക്കാൻ പോകുന്ന ഒരു മന്ദിരമായതുകൊണ്ട് അവിടെ വളരെ മൈന്യൂട്ടായിട്ട് ക്ലീൻ ചെയ്തു. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ചൈതന്യ മഹാപ്രഭുവും അദ്ദേഹത്തിന്റെ ഭക്തന്മാരൊക്കെ എല്ലാവരും ചേർന്നിട്ട് അവിടെ നല്ലോണം അവർ ക്ലീൻ ചെയ്യും. ആക്ച്വലി ഗുണ്ടിച മാർജനം എന്ന് പറയും. അപ്പം ഈ ഒരു ഗോപാൽ എന്ന ഭക്തൻ അപ്പം ആ സമയത്ത് അപ്പൊ ഗുണ്ടിച മന്ദിരം ശുദ്ധി ചെയ്ത സമയത്ത് നമുക്ക് അറിയാൻ സാധിക്കില്ല ചൈതന്യ മഹാപ്രഭു എത്രത്തോളം നമ്മൾ മധ്യലീല നമുക്ക് വായിച്ചതിന് അറിയാൻ സാധിക്കും. അപ്പം ഒരു ഭാഗത്തിൽ ചൈതന്യ മഹാപ്രഭു, പിന്നെ മറൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് അനുയായികൾ ഉണ്ടായിരുന്നു. പക്ഷെ ചൈതന്യ മഹാപ്രഭു ക്ലീൻ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കുന്നുപോലെയാണ്. അത്രയും പൊടിയും കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം എടുത്തത്, ആക്ച്വലി കളക്ട് ചെയ്തെടുത്തത്. പക്ഷെ അതേ സമയത്ത് കൂടെ ഇരുന്ന ആൾക്കാർ അവരും അതുപോലെ ക്ലീൻ ചെയ്തപ്പോഴും അവർക്ക് അത്രത്തോളം, ഇത്ര പേരുണ്ടായിട്ട് കൂടെ അവർക്ക് അത്രത്തോളം അവർക്ക് ആ ഒരു പൊടിപടലങ്ങൾ ഒന്നും അവർക്ക് എടുക്കാൻ സാധിച്ചില്ല വൃത്തിയാക്കിയ സമയത്ത്. അപ്പൊ അത്രയും ഇന്റൻസ് ആയിട്ടായിരുന്നു ചൈതന്യ മഹാപ്രഭു ക്ലീനിങ് ചെയ്ത് ഗുണ്ടിച മർജനത്തില്. അപ്പൊ ഈ ഒരു ഗോപാലൻ എന്ന് പറയുന്ന അദ്വൈതാചാര്യന്റെ പുത്രൻ, അദ്ദേഹം ഈ ഗുണ്ടിച മന്ദിരം മാർജനം ചെയ്യുന്ന സമയത്തും ഗോപാലൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അവിടെ നമുക്കറിയാം അവര് ഗുണ്ടിച മന്ദിരം മാർജനം ചെയ്യുമ്പോൾ സമയത്തൊക്കെ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ അവിടെ നിന്ന് എന്താ ചെയ്യാ, അവര് ഇന്ദ്രദുമ്ന നദിയിൽ നിന്ന് അവർ വെള്ളം കോരി എടുത്തിട്ടാണ് ഇതിലോട്ട് ഒഴിക്കുന്നത്. അപ്പൊ ഒഴിക്കുന്ന സമയത്തൊക്കെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും, ഈവൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കലം അങ്ങോട്ട് പാസ് ചെയ്യുമ്പോഴും അല്ലെ, അവര് ഒരു ലൈനായിട്ട് നിന്നുകൊണ്ട് ഒരു കുടത്തിൽ വെള്ളം എടുത്തുകൊണ്ടാണ് ഇത് പാസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പാസ് ചെയ്യുന്ന സമയത്ത് അവരെന്താ പറയാ, കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പാസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ നിമിഷവും അവര് ഭഗവാനെ പറ്റി, ഭഗവാൻ അല്ലാതെ വേറൊരു വാക്ക് അവിടെ അവര് ഉച്ചരിച്ചില്ല എന്ന് പറയും, ഭഗവാൻ അല്ലാതെ. അപ്പൊ അത്രത്തോളം ചൈതന്യ മഹാപ്രഭുവിന്റെ ആ ഒരു പ്രസൻസിൽ അത്രത്തോളം അവർ പൂർണ്ണമായിട്ടും കൃഷ്ണാവത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സന്നിധിയിൽ ഇദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധിച്ചു, ഈ ഗോപാലൻ എന്ന ഭക്തനും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അതില് പ്രേമാനന്ദത്താൽ കീർത്തനവും നൃത്തവും ആടി ആണ് ഇതിൽ പറയുന്നത്. ശ്ലോകം 21. നാനാഭാവോദ്ഗമ ദേഹേ അദ്ഭുത നർത്തന ദുയി ഗോസായി ഹരിബലെ ആനന്ദിതമന. ശബ്ദാർത്ഥം: പലവിധത്തിലുള്ള ഭാവ ഉദ്ഗമ ഹർഷോന്മാദത്തിന്റെ ലക്ഷണങ്ങൾ ദേഹേ ശരീരത്തിൽ അദ്ഭുതകരമായ നൃത്തം ദുയി ഗോസായി രണ്ട് ഗോസായിമാരും ചൈതന്യ മഹാപ്രഭുവും അദ്വൈത പ്രഭുവും ഹരിബലെ ഹരേ കൃഷ്ണ കീർത്തനം ആനന്ദിച്ചു മനസ്സിൽ വിവർത്തനം: ചൈതന്യ മഹാപ്രഭുവും അദ്വൈത പ്രഭുവും ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്യുകയും നൃത്തമാടുകയും ചെയ്തപ്പോൾ അവരുടെ തിരുവുടലുകളിൽ ഭക്തിഹർഷത്തിന്റെ നിരവധി ലക്ഷണങ്ങൾ പ്രത്യക്ഷമാവുകയും അവരുടെ മനസ്സ് വളരെയധികം ആനന്ദഭരിതമാവുകയും ചെയ്തു. ശ്ലോകം 22. നാചീതേ ഗോപാല ഹൈല മൂർച്ഛിത ഭൂമേതേ പടില ദേഹേ നഹിക സംവിത. ശബ്ദാർത്ഥം: നൃത്തം ചെയ്യുമ്പോൾ ഗോപാല അദ്വൈത പ്രഭുവിന്റെ പുത്രൻ ഹൈല ആയി തീർന്നു. മൂർച്ഛിത അബോധാവസ്ഥയിലാവുക. ഭൂമേതേ നിലത്ത്, പാടില വീണു, ദേഹേ ശരീരത്തിൽ, നാഹിക ഇല്ലായിരുന്നു, സംവിത അറിവ് ബോധം. വിവർത്തനം: ഗോപാല നൃത്തം ചെയ്ത് വശനായി ബോധം മറ്റ് നിലം പതിച്ചു. ശ്ലോകം 23. ദുഃഖിത ഹൈല ആചാര്യ പുത്ര കോലെ ലന രക്ഷാകരെ നൃസിംഹര മന്ത്ര പടിയ. ശബ്ദാർത്ഥം: ദുഃഖിത അസന്തുഷ്ടി ഹൈല ആയിത്തീർന്നു ആചാര്യ അദ്വൈത പ്രഭു പുത്രൻ പോലെ മടിയിൽ ലന എടുക്കുക, രക്ഷ സംരക്ഷണം കരെ ചെയ്തു, നരസിംഹ ഭഗവാന്റെ മന്ത്രം പടിയ ജപിക്കുന്നതിലൂടെ. വിവർത്തനം: അദ്വൈത പ്രഭു വളരെ അസന്തുഷ്ടനായി അവിടുന്ന് പുത്രനെ എടുത്ത് മടിയിൽ കിടത്തി അവന്റെ സംരക്ഷണത്തിനു വേണ്ടി നരസിംഹ മന്ത്രം ജപിച്ചു. ശ്ലോകം 24. നാനാമന്ത്ര പടേന ആചാര്യ നാഹായ ചേതന ആചാര്യരെ ദുഃഖേ വൈഷ്ണവ കരേന ക്രന്ദന. ശബ്ദാർത്ഥം: വിവിധ മന്ത്രങ്ങൾ പടേന ജപിക്കുക,
ആചാര്യ അദ്വൈത ആചാര്യൻ ന ഇല ഹയ ആയിത്തീർന്നു ചേതന ബോധം. ആചാര്യര് അദ്വൈത ആചാര്യന്റെ ദുഃഖത്തിൽ വൈഷ്ണവ എല്ലാ വൈഷ്ണവരും കരേന ചെയ്തു ക്രന്ദന രോദനം. വിവർത്തനം: അദ്വൈതാചാര്യൻ പല മന്ത്രങ്ങളും ജപിച്ചെങ്കിലും ഗോപാലന് സ്വബോധം തിരിച്ചു കിട്ടിയില്ല. അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ വൈഷ്ണവരും ഗോപാലന്റെ അവസ്ഥയിൽ ദുഃഖിച്ച് കരഞ്ഞു. ശ്ലോകം 25. തബേ മഹാപ്രഭു താൻര ഹൃദയ ഹസ്തധരി കുട്ടഹ ഗോപാല കൈല് ബല ഹരി ഹരി. ശബ്ദാർത്ഥം: തബേ അപ്പോൾ മഹാപ്രഭു ഭഗവാൻ ചൈതന്യ മഹാപ്രഭു താൻര അദ്ദേഹത്തിന്റെ ഹൃദയത്തിന് മുകളിൽ ഹസ്ത കൈ ധരി വെച്ച് കുട്ടഹ എഴുന്നേൽക്കുക ഗോപാല എന്റെ പ്രിയപ്പെട്ട ഗോപാല കൈര പറഞ്ഞു ബല ജപിച്ചു ഹരി ഹരി ഭഗവാന്റെ ദിവ്യനാമം. വിവർത്തനം: ചൈതന്യ മഹാപ്രഭു അപ്പോൾ തന്റെ കരം ഗോപാലന്റെ നെഞ്ചിൽ വെച്ച് അവനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഗോപാല, എഴുന്നേറ്റ് ഭഗവാന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യൂ. ശ്ലോകം 26. ഉട്ടില ഗോപാല പ്രഭുര സ്പർശധ്വനി ശുനി ആനന്ദിദഹന സഭേ കരെ ഹരിധ്വനി. ശബ്ദാർത്ഥം: ഉടില എഴുന്നേറ്റ്, ഗോപാലൻ, പ്രഭുര പ്രഭുവിന്റെ സ്പർശനം, ധ്വനി ശബ്ദം, ശുനി കേൾക്കുക, ആനന്ദിത സന്തോഷമുള്ളവൻ, ഹന ആയിത്തീരുക, സഭയെ എല്ലാവരും കരെ ചെയ്തു, ഹരിധ്വനി ഹരിശബ്ദം. വിവർത്തനം: ഈ ശബ്ദം കേൾക്കുകയും ഭഗവാന്റെ സ്പർശം അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ ഗോപാലൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയും എല്ലാ വൈഷ്ണവരും ആഹ്ലാദത്തോടെ ഹരിധ്വനി മുഴക്കുകയും ചെയ്തു. ശ്ലോകം 27. ആചാര്യര് ആരപുത്ര ശ്രീബലരാമ ആരപുത്ര സ്വരൂപ ശാഖ ജഗദീശ നാമ. ശബ്ദാർത്ഥം: ആചാര്യര് അദ്വൈതാചാര്യന്റെ മറ്റൊരു പുത്രൻ ശ്രീബലരാമൻ, ആരപുത്ര മറ്റൊരു പുത്രൻ, സ്വരൂപൻ, ശാഖ ജഗദീശനാമ ജഗദീശൻ എന്ന പേരുള്ള. വിവർത്തനം: ഭാവാർത്ഥം: കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിശീല പ്രഭുപാദ്. വിവർത്തനം: അദ്വൈത ആചാര്യന്റെ മറ്റു പുത്രന്മാർ ശ്രീ ബലരാമൻ, സ്വരൂപൻ, ജഗദീശൻ എന്നിവരായിരുന്നു. ഭാവാർത്ഥം: ബലരാമൻ, സ്വരൂപൻ, ജഗദീശൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 4-മത്തെയും 5-മത്തെയും 6-മത്തെയും പുത്രന്മാരായിരുന്നു എന്ന് അദ്വൈത ചരിതം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ പറയുന്നു. അതായത് അദ്വൈതാചാര്യന് 6 പുത്രന്മാരുണ്ടായിരുന്നു. ബലരാമനും സ്വരൂപനും ജഗദീശനും സ്മാർത്തന്മാർ അഥവാ മായാവാദികൾ ആയിരുന്നതിനാൽ വൈഷ്ണവ സമൂഹത്താൽ തിരസ്കരിക്കപ്പെട്ടിരുന്നു. മായാവാദികൾ ചിലപ്പോൾ വിഷ്ണുവിന്റെ ആരാധകരായി അഭിനയിക്കാറുണ്ട്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ വിഷ്ണുവിനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ശിവൻ, ദുർഗ, സൂര്യൻ, ഗണേശൻ തുടങ്ങിയ ദേവന്മാരെ വിഷ്ണുവിന് തുല്യമായി കണക്കാക്കുന്നു. അവർ പൊതുവെ പഞ്ചോപാസക സ്മാർത്തരായി അറിയപ്പെടുന്നു. അവരെ വൈഷ്ണവരായി ഗണിക്കരുത്. ബലരാമന് 3 പത്നിമാരും 9 പുത്രന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ പത്നിയിലെ ഏറ്റവും ഇളയ പുത്രൻ സൂതനൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ഭട്ടാചാര്യ എന്ന ശീർഷക നാമം സ്വീകരിച്ച അദ്ദേഹം സ്മാർത്ത പാത അഥവാ മായാവത തത്വശാസ്ത്രം സ്വീകരിച്ചു. ഗോസ്വാമി എന്ന ശീർഷക നാമം പൊതുവെ സന്യാസിമാരെ ഉദ്ദേശിച്ചുള്ളതായതിനാൽ ഭട്ടാചാര്യന്റെ പുത്രൻ രാധാരമണ ഗോസ്വാമി ആ നാമം സ്വീകരിക്കാൻ വിസമ്മതിച്ചതായി ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എഴുതിയിരിക്കുന്നു. ഗൃഹസ്ഥ ജീവിതത്തിൽ തുടരുന്ന ഒരുവൻ ഗോസ്വാമി എന്ന നാമം ദുരുപയോഗം ചെയ്യരുത്. ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ജാതി ഗോസ്വാമിമാരെ അംഗീകരിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരായിരുന്ന ഷഡ് ഗോസ്വാമിമാരായ ശ്രീല രൂപ ഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും രഘുനാഥ ഭട്ട ഗോസ്വാമിയുടെയും ശ്രീല ഗോപാലഭട്ട ഗോസ്വാമിയുടെയും ജീവഗോസ്വാമിയുടെയും ശ്രീല രഘുനാഥദാസ ഗോസ്വാമിയുടെയും പരമ്പരയിൽ വരുന്നവരല്ല. ഇന്ദ്രിയാസ്വാദനത്തിന് വേണ്ടിയുള്ള ഒരു തരം ഇളവാണ് ഗൃഹസ്ഥാശ്രമം എന്ന് ശ്രീല ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു. അതിനാൽ ഒരു ഗൃഹസ്ഥൻ വെറുതെ ഗോസ്വാമി എന്ന ശീർഷകം സ്വീകരിക്കരുത്. ഇസ്കോൺ പ്രസ്ഥാനം ഒരിക്കലും ഒരു ഗൃഹസ്ഥന് ഗോസ്വാമി ശീർഷകം നൽകുകയില്ല. ഇസ്കോണിൽ ഞങ്ങൾ ദീക്ഷ നൽകിയിട്ടുള്ള സന്യാസിമാരെല്ലാം ചെറുപ്പക്കാരാണെങ്കിലും ഞങ്ങൾ അവർക്ക് സ്വാമി, ഗോസ്വാമി എന്നീ നാമങ്ങൾ നൽകി. എന്തുകൊണ്ടെന്നാൽ അവർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായത്തിന്റെ പ്രചരണത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമ്പൂർണമായി സമർപ്പണം ചെയ്തവരാണ്. ഗൃഹസ്ഥരായ ജാതി ഗോസ്വാമിമാർ മാത്രമല്ല, സ്മാർത്ത രഘുനന്ദന്റെ തത്വങ്ങൾ പിന്തുടരുന്നവരും ഗോസ്വാമി നാമത്തെ അനാദരിക്കുന്നതായി ശ്രീല ഭക്തി സിദ്ധാന്ത ശശി ഠാക്കൂർ പറയുന്നു. അവർ ശ്രാദ്ധ ചടങ്ങുകളിൽ അദ്വൈതാചാര്യന്റെ വൈക്കോൽ ബിംബം
കത്തിക്കുകയും അപ്രകാരം രാക്ഷസന്മാരെ പോലെ പെരുമാറി വൈഷ്ണവരുടെ വഴികാട്ടിയായ ഹരിഭക്തി വിലാസത്തെ അനാദരിക്കുകയും ചെയ്തു. സ്മാർത്തരായ ഈ ജാതി ഗോസ്വാമിമാർ ചിലപ്പോൾ വൈഷ്ണവ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ മൗലിക ശാസ്ത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ മൗലിക ശാസ്ത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളോ എഴുതുമെന്നും ഒരു പരിശുദ്ധ ഭക്തൻ ജാഗ്രതയോടെ അവയെ ഒഴിവാക്കണമെന്നും ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് കഴിഞ്ഞ ഒരു 3-4 ശ്ലോകങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് അദ്വൈതാചാര്യന്റെ 3 പുത്രന്മാരിൽ ഒരു പുത്രനായ ഗോപാലൻ എന്ന ആ ഒരു പരമഭക്തൻ അദ്ദേഹം എന്ത് ചെയ്തു, നൃത്തം ചെയ്ത് വിവശനായി ബോധം കെട്ട് വീഴുകയും അപ്പൊ ആ സമയത്ത് അദ്വൈത ആചാര്യൻ അസന്തുഷ്ടനാകുകയും അപ്പൊ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ മടിയിൽ കിടത്തി നരസിംഹ മന്ത്രമൊക്കെ ജപിച്ചു. അപ്പൊ അങ്ങനെ പല മന്ത്രങ്ങൾ ജപിച്ചിട്ടും അദ്ദേഹത്തിന് ബോധം തിരിച്ചു കിട്ടിയില്ല. അപ്പൊ അവിടെയുള്ള വൈഷ്ണവന്മാരൊക്കെ അവര് ഒരുപാട് വിഷമിച്ചു ഈ ഒരു അവസ്ഥ കണ്ടിട്ട്. അപ്പൊ അതിനുശേഷം ചൈതന്യ മഹാപ്രഭു ഉടനെ തന്നെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ ഗോപാലന്റെ നെഞ്ചിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞു, ഭഗവാന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യുന്നു പറഞ്ഞ ഉടനെ തന്നെ അദ്ദേഹം എണീറ്റ് ഉത്സാഹത്തോടെ വീണ്ടും അദ്ദേഹം നാമജപത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. അപ്പൊ അതിനുശേഷം പറയുന്നത് അദ്വൈതാചാര്യന്റെ ബാക്കിയുള്ള മറ്റ് പുത്രന്മാരെ പറ്റിയാണ്. ബാക്കിയുള്ള 3 പുത്രന്മാർ, ഇവിടെ 3 പുത്രന്മാരും ഭഗവാന്റെ ഭക്തന്മാരായിരുന്നു. ബാക്കി 3 പേര്, ബലരാമൻ, സ്വരൂപൻ, പിന്നെ ജഗദീശൻ എന്ന് പറഞ്ഞ 3 പേര്, അവര് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആക്ച്വലി അവര് മായാവാദം ആണ് അവർ ഫോളോ ചെയ്തത്. ആക്ച്വലി സ്മാർത്ഥ സിദ്ധാന്തത്തിനെ ഫോളോ ചെയ്തുകൊണ്ട് അവര് ആ ഒരു രീതിയിലാണ് അവര് മുന്നോട്ട് പോയത്. അപ്പം ഇവിടെ മഹാഭാരതത്തിൽ നമുക്കറിയാം, നമുക്ക് വളരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പൊ ഇതിൽ നമുക്ക് ചിലപ്പോഴും നമുക്ക് മായാവാദിയായിട്ടുള്ള സന്യാസിമാർ പലപ്പോഴും അവര് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവര് പലപ്പോഴും ഭഗവാൻ കൃഷ്ണനെ പറ്റി അല്ലെങ്കിൽ വിഷ്ണുവിനെ പറ്റി അവർ സംസാരിക്കുകയാണെങ്കിൽ കൂടി നമ്മൾ നോക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ വ്യക്തികൾ അതിനെപ്പറ്റി സംസാരിച്ചാലും, കാരണം അവര് പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും അവര് ഭഗവാനെ പൂർണ്ണമായിട്ട് പരമധികത്വ പുരുഷനായിട്ട് സ്വീകരിക്കാത്തത് കൊണ്ട് അങ്ങനത്തെ വ്യക്തിയിൽ നമ്മൾ കേൾക്കരുത് എന്നുള്ളൊരു ഇതാണ്, അവരെ വൈഷ്ണവരായിട്ട് നമ്മൾ കണക്കാക്കരുത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് നമുക്കിവിടെ ശീല പ്രഭുപാദ് അദ്ദേഹം പറഞ്ഞു തരുന്നത് ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ പലപ്പോഴും കാരണം അവര് പറഞ്ഞ ആരെ ആരാധിച്ചാലും ഒന്നാണ് ഉള്ള ചിന്താഗതി ആണ് അവർ പലപ്പോഴും പറയുന്നത്. അപ്പം എല്ലാം ഒന്നാണെന്ന് പറയുന്ന കൂട്ടത്തിലാണ് നമുക്ക് അവര് പറയുന്നത് എല്ലാം ഒന്നാണ്, നമ്മൾ എല്ലാവരും ഭഗവാനാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോ മറന്നിരിക്കുകയാണ്, നമ്മൾ ഭഗവാനുള്ള കാര്യം നമ്മൾ മറന്നിരിക്കുകയാണ് ഉള്ള രീതിയിലൊക്കെ അവർ പറയും. അപ്പൊ നമുക്ക് പലപ്പോഴും ഇത് ഈ ഒരു മായാവാദ ഫിലോസഫി കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം എന്താണ് അപ്പം നമ്മൾക്കറിയാം, അപ്പൊ ആ മായാവാദ ഫിലോസഫിയെ അല്ലെങ്കിൽ ആ ഒരു നിർവിശേഷ ഫിലോസഫി അല്ലെങ്കിൽ ശൂന്യവാദം അങ്ങനത്തെ ഈ കാര്യങ്ങളൊക്കെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് അവതരിച്ച് നമ്മൾ നോക്കുകയാണെന്നില്ല. അപ്പൊ അതിനെ ഫോളോ ചെയ്യുന്ന ഒരു പരമ്പരയാണ് പിന്നെ ശീല പ്രഭുപാദ് നമ്മളും. അപ്പൊ നമ്മൾ വളരെ വ്യക്തമായിട്ടും നമുക്ക് മനസ്സിലാക്കണം. അപ്പം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഒരിക്കലും നമ്മൾ അങ്ങനെ എല്ലാം ഒന്നാണെന്നുള്ള ആ ഒരു കൺസെപ്റ്റിലോട്ട് അല്ലെ, എല്ലാം ഒന്നാണെന്നുള്ള കൺസെപ്റ്റ് ഒരിക്കലും ശരിയല്ല അല്ലെ. ഇപ്പം നമ്മളിപ്പോ ഒരു രാജ്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആരാണ്, ഒരു വ്യക്തിയാണ് ഉണ്ടാവുക അല്ലെ, അല്ലെങ്കിൽ പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലാതെ ഒരുപാട് പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടാവും ഒരിക്കലും ഇല്ല. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് ലോജിക്കലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതൊക്കെ വെറും എന്താ പറയാ, ഒരു തെറ്റായ രീതിയിലുള്ള ഒരു ചിന്താഗതിയും അല്ലെങ്കിൽ ഭഗവാന്റെ അടുത്ത് ശരണം പ്രാപിക്കാതിരിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ്. കാരണം ഇപ്പൊ നമ്മൾ ഭഗവാനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ പറയുന്ന കാര്യം നമ്മൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അല്ലെ. ഇപ്പൊ സർവ്വധർമ്മാൻ പരിത്യജ്യ മാമേകം ശരണം പറഞ്ഞ ഭഗവാൻ പറയാണ്, അപ്പൊ ഭഗവാന്റെ സറണ്ടർ ചെയ്യണമെന്ന് ഭഗവാൻ പറയുമ്പോൾ അപ്പൊ അതിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കും, ശരി ഞാൻ ഭഗവാനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ, അപ്പൊ ഞാൻ അടുത്ത് സറണ്ടർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ഉള്ള രീതിയിലുള്ള ഒരു ഇൻഡിപെൻഡന്റ് മെന്റാലിറ്റിയാണ് പലപ്പോഴും ഈ മായാവാദ തത്വങ്ങളിൽ നിന്ന് വരുന്നത്. അപ്പൊ അതില് അവരുടെ 3 മക്കളും അവർ ആ സ്മാർത്ഥ ഇതാണ് അവർ ഫോളോ ചെയ്തത്. അപ്പം അതിനെ പറ്റിയാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരിക്കലും നമുക്ക് കാസ്റ്റ് വൈസ് ഒരിക്കലും ഒരു വ്യക്തി ഭക്തനാവുന്നില്ല അല്ലെ. നമ്മളെപ്പോഴും പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ചിലപ്പോൾ ഒരു വ്യക്തി ഗോസ്വാമി കുടുംബത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഒരു വ്യക്തി ഒരിക്കലും ബ്രാഹ്മണനോ അല്ലെങ്കിൽ ഗോസ്വാമിയോ ആവുന്നില്ല. അപ്പൊ അത് എന്താണ്, നമ്മൾ ഒരിക്കലും എന്താണ് ബൈ ക്വാളിഫിക്കേഷൻ ആണ് അല്ലെ. നമുക്ക് എപ്പോഴും ശീല പ്രഭുപാദ് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഒരു കുട്ടി ഒരു കുട്ടി ഇപ്പം ജനിക്കുകയാണ് ഒരു ഡോക്ടർ കുടുംബത്തിൽ. അപ്പൊ അച്ഛനമ്മമാരും ഡോക്ടറാണ്. അപ്പൊ ആ കുട്ടി ജനിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കുട്ടി ഡോക്ടർ ആവുന്നില്ല അല്ലെ. ആ കുട്ടി എന്ത് ചെയ്യണം, അദ്ദേഹം പഠിച്ച്
+2 പാസ് എൻട്രൻസ് എഴുതി അദ്ദേഹത്തിന് MBBS പഠിച്ച് അതിനുശേഷം MD ഒക്കെ ചെയ്ത് പിന്നെ പ്രാക്ടീസ് ചെയ്ത ശേഷമാണ് ഒരു വ്യക്തി ഡോക്ടറായിട്ട് മാറുന്നത്. അപ്പം ഒരിക്കലും നമുക്കൊരു ബൈ ക്വാളിഫിക്കേഷൻ ആണ് കാര്യങ്ങൾ വരുന്നത്. അല്ലാതെ ഒരിക്കലും ബൈ ബർത്ത് അല്ല നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലേ. നമ്മൾ ജനനം കൊണ്ടെല്ലാം നമ്മൾ കൈവരിക്കുന്നില്ല. നമ്മൾ ആക്ച്വലി നമ്മൾ ആ യോഗ്യതയാണ് അതൊരു കാര്യം. നമ്മൾ ഒരിക്കലും ഒരു വ്യക്തി ജനിച്ചു വീണ ഉടനെ തന്നെ ഡോക്ടർ ആവുന്നില്ല. അപ്പൊ അങ്ങനെ ആ യോഗ്യത കൈവരിക്കുമ്പോഴാണ് അദ്ദേഹം ഡോക്ടറായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഓരോ വ്യക്തികൾക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും ഇതിൽ പറയുന്ന പോലെ തന്നെ ചിലപ്പോൾ ഗോസ്വാമി എന്ന നാമം ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ആൾക്കാർ ഗോസ്വാമി എന്ന കാസ്റ്റിൽ ജനിച്ചുകൊണ്ട് അവര് ഗോസ്വാമിയാണെന്ന് ധരിക്കും. പക്ഷെ ആക്ച്വലി നമ്മൾ എന്താണ് ഗോസ്വാമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു വ്യക്തി റിയലി ഗോസ്വാമി ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? അപ്പൊ അദ്ദേഹത്തിന് ഇന്ദ്രിയങ്ങളെ കീഴടക്കണം അല്ലെ? അതാണ് അതിന്റെ റിയൽ ഡെഫിനിഷൻ അല്ലെ? ഗോ എന്ന് പറഞ്ഞ ഇന്ദ്രിയങ്ങൾ, അതിന്റെ സ്വാമി, മാസ്റ്റർ ഓഫ് സെൻസസ് അല്ലെ? ഇന്ദ്രിയങ്ങൾ കീഴടക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അദ്ദേഹം ഗോസ്വാമി ആവുന്നുള്ളൂ. അല്ലെങ്കിൽ എന്താണ്? അല്ലെങ്കിൽ ഗോദാസൻ എന്നാണ് ശീല പ്രഭുപാദ് പറയുന്നത്. നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അടിമയാണെന്നാണ് ശീല പ്രഭുപാദ് പലപ്പോഴും പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ അപ്പൊ ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പം അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇവിടെ നമുക്ക് ഏതൊരു വ്യക്തിയാണോ നമ്മൾ ഈ ഷഡ് ഗോസ്വാമിമാരുടെ പരമ്പരയിൽ വരുന്നത്, അങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന വ്യക്തികൾ അവര് ആത്മാർത്ഥമായിട്ടും കൃഷ്ണഭക്തിയിൽ മുന്നേറണമെന്നും അവര് എല്ലാ രീതിയിലും ഇന്ദ്രിയങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്ത വ്യക്തികൾക്ക് ഇവിടെ നമ്മൾ ശീല പ്രഭുപാദ് പറയുന്ന ഇസ്കോണിൽ നമ്മൾ വ്യക്തികൾക്ക് സ്വാമി അല്ലെങ്കിൽ ഗോസ്വാമി എന്ന ടൈറ്റിൽ കൊടുക്കാറുണ്ട്. അത് ബൈ ക്വാളിഫിക്കേഷൻ ആണ്. ഒരിക്കലും ബൈ ബർത്ത് അല്ല ശരിക്കും നോക്കുകയാണെങ്കിൽ. ഇല്ല, നമ്മൾ ജനനം കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിക്ക് ഈ ഒരു ടൈറ്റിൽ കിട്ടുന്നതല്ല ശരിക്കും നോക്കുകയാണെങ്കിൽ. പിന്നെ നമുക്ക് എന്താണ് ഈ യോഗ്യത കൊണ്ടാണ് ഇത് കിട്ടുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ജാതി കൊണ്ട് ഒരിക്കലും ഒരു വ്യക്തിയെ നമുക്ക് റബ്ബർ സ്റ്റാമ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഈ ഒരു ഭാവത്തിൽ പറയുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പൊ നമ്മൾ എപ്പോഴും കാരണം അങ്ങനത്തെ വ്യക്തികൾ പല പല ഗ്രന്ഥങ്ങൾ എഴുതുകയാണെങ്കിൽ കൂടി പക്ഷെ ഒരിക്കലും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, അവര് ഭഗവാൻ കൃഷ്ണനെ പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനത്തെ ഗ്രന്ഥങ്ങൾ ഒരിക്കലും ഒരു വ്യക്തി വായിക്കുന്ന അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ കൃഷ്ണഭക്തി ഉണരില്ല എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പോ നമ്മള് ഇതിൽ പറയുന്ന പോലെ തന്നെ ഒരു ശ്ലോകത്തിൽ പറയുന്നു, അവൈഷ്ണവ മുഖോത്കീർണം പൂതാം ഹരികഥാമൃതം ശ്രവണം നൈവ കർത്തവ്യം സർപ്പോച്ചിഷ്ടം യഥോപയഹ എന്ന് പറയുന്ന വളരെ ഒരു ഫേമസ് ആയിട്ടുള്ള ശ്ലോകമുണ്ട്. അപ്പൊ അതിൽ പറയുന്നു അവൈഷ്ണവ മുഖോത്കീർണം പൂതാം ഹരികഥാമൃതം. അപ്പൊ അതിൽ പറയുന്നു അപ്പം ഹരികഥ എന്ന് പറഞ്ഞ അമൃതമാണെങ്കിൽ കൂടി അവൈഷ്ണവ മുഖോത്കീർണം, അവൈഷ്ണവന്മാരുടെ മുഖത്ത് നിന്ന് നമ്മൾ ഈ ഹരികഥ കേൾക്കുകയാണെങ്കിൽ ശ്രവണം നൈവ കർത്തവ്യം സർപ്പോച്ചിഷ്ട യഥോപയഹ. അപ്പം നമുക്ക് പാല് എന്ന് പറയുന്നത് വളരെ പോഷണം നൽകുന്ന ഒരു കാര്യമാണ് അല്ലെ? പാൽ എന്ന് പറയുന്നത് അല്ലെ? ഒരുപാട് അതിൽ കാൽഷ്യവും ന്യൂട്രിയൻസ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. അപ്പൊ അതേ പാല് ഒരു സർപ്പം തീണ്ടിയ ഒരു പാൽ അല്ലെ? സർപ്പം കുടിച്ച ഒരു പാലാണെങ്കിൽ ആ പാല് കുടിച്ച എന്ത് സംഭവിക്കും? അദ്ദേഹത്തിന് മരണം സംഭവിക്കാം അല്ലെ? അത് പാലാണെങ്കിൽ കൂടി പക്ഷെ സർപ്പം ഉച്ചിഷ്ടം അല്ലെ? സർപ്പോച്ചിഷ്ടം ചെയ്തൊരു കാര്യമാണെങ്കിൽ നമുക്കത് സ്വീകരിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് അത് മരണത്തിലോട്ട് നയിക്കും. അതുപോലെ തന്നെ അവൈഷ്ണവ മുഖോത്കീർണം, അവൈഷ്ണവന്മാരിൽ നിന്ന് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് സംഭവിക്കും? അങ്ങനത്തെ വ്യക്തിയിൽ നിന്ന് ഹരികഥ പ്യൂർ ആണെങ്കിൽ കൂടി പക്ഷെ അവൈഷ്ണവന്മാരുടെ മുഖത്തിൽ നിന്ന് ഇത് കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കൃഷ്ണഭക്തി അല്ലെങ്കിൽ നമുക്കുള്ള ഭഗവാനുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാര്യമാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കണം. ഒരു ഭക്തനെ അപേക്ഷിച്ച് ആരിൽ നിന്ന് കേൾക്കണം, ഏതൊരു വ്യക്തിയിൽ നിന്ന് നമ്മൾ വായിക്കണം എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഇന്ന് പലപ്പോഴും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് പല വ്യക്തികളും ഭഗവാനെ പറ്റി പല രീതിയിലുള്ള കമന്റുകൾ ഒക്കെ പറയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ഒരു പ്രാമാണികമായിട്ട് ഒരു ഗുരുശിഷ്യ പരമയിൽ നിന്ന് വരുന്ന വ്യക്തികളാണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ കേൾക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഭഗവാന്റെ അടുത്തുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ വളരെ ഒരു ചെടി അല്ലെ? അതുപോലത്തെ അത്രയും ഒരു ടെൻഡർ ആയിട്ടുള്ള ഒരു ഫെയ്ത്ത് ആണ് നമുക്ക് ഉള്ളിലുള്ളത്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ഇങ്ങനത്തെ വ്യക്തിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആ ഒരു വിശ്വാസം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഏത് വ്യക്തിയിൽ നിന്ന് കേൾക്കാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പോലെ തന്നെ മായവാദ ശാസ്ത്രത്തിനെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ റീസെന്റ് പ്രഭുപാദിന്റെ ലീലാമൃത വായിച്ച സമയത്തിലും അതിലും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വായിക്കാനിടയായി. അതിലും പറയുന്നു ആക്ച്വലി വന്നിട്ട്. അപ്പം ശീല പ്രഭുപാദ് ഒരു യൂണിവേഴ്സിറ്റി പോയ സമയത്തും അദ്ദേഹം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹം ചോദിച്ചു ആക്ച്വലി. അപ്പം അപ്പം അദ്ദേഹം പറഞ്ഞു അപ്പൊ എല്ലാം എങ്ങനെ ഒന്നാവാൻ സാധിക്കും എന്നുള്ള ചോദ്യം അദ്ദേഹം വീണ്ടും വീണ്ടും ചോദിച്ചു ശീല പ്രഭുപാദർ. അപ്പൊ അദ്ദേഹം പറയാണ് അപ്പൊ എല്ലാം ഒന്നാകുന്നുണ്ടെങ്കിൽ അപ്പൊ അപ്പൊ നിങ്ങൾ പറയുന്നു അപ്പൊ ഞാനും ഒന്നാണ് നീയും ഒന്നാണ് എന്നുള്ള രീതി പറയാന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ഭഗവാനാണ് നീയും ഭഗവാനാണെന്നുള്ള ചിന്താഗതിയാണ് നീ കൊണ്ടുവരുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് എല്ലാത്തിനെ പറ്റി അറിവുണ്ടാവണം അല്ലെ? അപ്പൊ നമ്മള് ഭഗവാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെ പറ്റി പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം അല്ലെ?
എല്ലാ തത്വത്തിനെ പറ്റി. പക്ഷെ നമുക്ക് അത്ര അറിവില്ല. അപ്പൊ അതിനെ വളരെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. നമ്മളെ സൃഷ്ടി എങ്ങനെ വന്നു, പല കാര്യങ്ങളും നമുക്ക് അറിയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പ്രഭുപാദ് ഇപ്പം പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. നമുക്ക് ചെറിയൊരു പല്ലുവേദന വരുമ്പോൾ തന്നെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ നീ എങ്ങനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഉള്ള രീതിയിൽ അദ്ദേഹം ചാലഞ്ച് ചെയ്തു. അപ്പൊ അതുപോലെ തന്നെ അദ്ദേഹം ഒരു ഇൻസ്റ്റൻസിൽ ശീല പ്രഭുപാദ് വളരെ ഒരു യൂണിവേഴ്സിറ്റി പോയ സമയത്ത് ഒരു വ്യക്തി ആ മായാവതി ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പൊ അദ്ദേഹം വന്നിട്ട് അദ്ദേഹം ചാലഞ്ചിങ് ആയിട്ടുള്ള മൂഡിലാണ് പ്രഭുപാദ് സംസാരിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇല്ല, നമ്മളെല്ലാരും എല്ലാം ഒന്നാണ് ഉള്ള രീതിയിൽ സംസാരിച്ചു. അപ്പം ഞാനും ഒന്നാണ് നിങ്ങളും ഒന്നാണെന്നൊക്കെ സംസാരിച്ചപ്പോൾ പ്രഭുപാദ് അവസാനം രസകരമായിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ പിടിച്ചിട്ട് പറഞ്ഞു, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എന്തിനാണ് ഈ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നത്? ഷർട്ട് ഇടുന്നതിന് പകരം നീ ഒരു കോട്ടൺ ഷർട്ട്, നീ പറയുന്ന എല്ലാം ഒന്നാണെന്നുണ്ടെങ്കിൽ ഈ ഷർട്ടും നമ്മൾ കോട്ടൺ വൂളൻ ആയിട്ടുള്ള ഒരു നൂലുണ്ടെങ്കിൽ നൂലും അതൊക്കെ ഒന്നാണല്ലോ. അപ്പൊ നീ നൂല് ഇട്ടുകൊണ്ട് വന്നാൽ മതിയല്ലോ, പിന്നെ നീ എന്തിനാണ് ഷർട്ട് ഇട്ടുകൊണ്ട് വരുന്നത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചാലഞ്ച് ചെയ്തുകൊണ്ട് ശീലപ്രഭുപാദ് അദ്ദേഹത്തെ ചോദിച്ചു. അപ്പോൾ പല രസകരമായിട്ടും ശീലപ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും എത്രത്തോളം ഈ മായാവാദ ഫിലോസഫി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു എന്താ പറയാ, ഒരു ആൾക്കാരെ പറ്റിക്കാനുള്ള ഒരു ഫിലോസഫി, അല്ലെങ്കിൽ ജസ്റ്റ് എന്താ പറയാ, ആൾക്കാരെ വഴിതെറ്റിക്കുന്ന ഒരു ഫിലോസഫി എന്ന രീതിയിൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രഭുപാദിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടും നമ്മുടെ വൈഷ്ണവ സിദ്ധാന്തം എന്താണ് മനസ്സിലാക്കാൻ പറ്റുകയും അപ്പൊ അതുപോലെ തന്നെ തെറ്റായ ഫിലോസഫികൾ നമുക്ക് കണ്ണിക്കാൻ സാധിക്കും. അപ്പൊ പ്രഭുപാദ് അതിലും പറഞ്ഞു, ആക്ച്വലി ഒരിക്കലും ഭക്തന്മാര് ഒരിക്കലും ബാക്കിയുള്ള ഫിലോസഫികളെ തോൽപ്പിക്കണം എന്നുള്ള ആഗ്രഹം അവരെ മനസ്സിൽ ഒരിക്കലും ഇല്ല. ഭക്തന്മാർ ആഗ്രഹിക്കുന്നതാണ് ഭഗവാനെ പറ്റിയുള്ള ലീലകളെ പറ്റി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുക, ഭഗവാന്റെ നാമങ്ങൾ ജപിക്കുക എന്നൊരു തത്വമാണ് അവരെ ആഗ്രഹം എപ്പോഴും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് ഇപ്പം പല വ്യക്തികളും ഭഗവാൻ ഇല്ല, അല്ലെങ്കിൽ നമ്മളും ഭഗവാൻ ഒന്നാണ് എന്നുള്ള തെറ്റായ രീതിയിലുള്ള ഫിലോസഫി കൊണ്ടുവരുന്ന സമയത്താണ് ആ സമയത്ത് നമ്മൾ എന്താണ്, അപ്പൊ നമ്മൾ തയ്യാറാവണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ലോജിക് ഉപയോഗിച്ചുകൊണ്ടും നമ്മൾ ശാസ്ത്രം എന്നുള്ള കോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ അവരെ തർക്കിച്ചുകൊണ്ട് അവരെ തോൽപ്പിക്കണം എന്നുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആത്മാർത്ഥമായിട്ട് ഭഗവാനെ പറ്റി അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ പലപ്പോഴും ഈ വ്യക്തികളിൽ നിന്ന് കേട്ട് അവർ വഴിതെറ്റിപ്പോവും. അതുകൊണ്ടാണ് അത് ചെയ്യണം എന്നുള്ള കാര്യം പ്രഭുപാദ് പറയുന്നത്. ഇനി അടുത്തൊരു ശ്ലോകം നോക്കാം. ശ്ലോകം 28. കമലാകാന്ത വിശ്വാസനാമ ആചാര്യ കിങ്കര ആചാര്യ വ്യവഹാര സഭ താൻഹാര ഗോചര. ശബ്ദാർത്ഥം കമലാകാന്ത വിശ്വാസൻ നാമമുള്ള ആചാര്യ കിങ്കര അദ്വൈതാചാര്യന്റെ ഭൃത്യൻ, ആചാര്യ വ്യവഹാര അദ്വൈതാചാര്യന്റെ ഇടപാടുകൾ, സഭ എല്ലാം, താൻഹാര അദ്ദേഹത്തിന്റെ ഗോചര അറിവിൽ. വിവർത്തനം ഭാഗവതം കൃഷ്ണകൃപാമൂർത്തി ശ്രീ ശ്രീമദ് അഭയചരണാരവിന്ദ ഭക്തിവേദ സ്വാമി പ്രഭുപാദിക്ക് ജയ്. വിവർത്തനം. അദ്വൈതാചാര്യന്റെ വിശ്വസ്ത ഭൃത്യനായിരുന്ന കമലാകാന്ത വിശ്വാസന് അദ്വൈതാചാര്യന്റെ വ്യവഹാരങ്ങളെല്ലാം അറിയാമായിരുന്നു. ഭാവാർത്ഥം. ആദിലീലയിൽ 10:149 പ്രതിപാദിച്ചിട്ടുള്ള കമലാനന്ദൻ എന്ന നാമവും മധ്യലീലയിൽ 10:94 പരാമർശിച്ചിട്ടുള്ള കമലാകാന്തൻ എന്ന നാമവും ഒരാളിൻ്റെതാണ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത ഭൃത്യനായിരുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച കമലാകാന്തൻ അദ്വൈതാചാര്യന് കാര്യദർശിയായി സേവനമനുഷ്ഠിച്ചു. പരമാനന്ദപുരി നവദ്വീപിൽ നിന്ന് ജഗന്നാഥ്പുരിയിലേക്ക് പോയപ്പോൾ കമലാകാന്ത വിശ്വാസനെയും കൂടെ കൊണ്ടുപോവുകയും ഇരുവരും ജഗന്നാഥ്പുരി മഹാപ്രഭുവിനെ കാണാൻ പോവുകയും ചെയ്തു. ചൈതന്യ ഭഗവാന്റെ ഭക്തന്മാരിൽ ഒരുവനായ കമലാകാന്തൻ പരമാനന്ദപുരിയോടൊപ്പം ജഗന്നാഥ്പുരിയിലേക്ക് പോയെന്ന് മധ്യലീലയിൽ 10:94 പറഞ്ഞിട്ടുണ്ട്. അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്വൈതാചാര്യന്റെ ഒരു വിശ്വസ്ത വൃത്തിനായിരുന്ന കമലാകാന്ത വിശ്വാസൻ എന്ന അദ്ദേഹം ആണ്. അപ്പൊ അദ്ദേഹം അദ്വൈതാചാര്യന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹം അറിയാൻ സാധിക്കുകയായിരുന്നു. അപ്പം അദ്ദേഹത്തിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ മധ്യലീലയിലും ഒക്കെ ഇത് പ്രതിപാദിച്ചിട്ടുണ്ട്. 10-ാം അധ്യായത്തിൽ നമ്മൾ കമലാനന്ദൻ എന്നൊരു വ്യക്തിയെ പറ്റി പറഞ്ഞായിരുന്നു. അദ്ദേഹം ഈ കമലാകാന്തൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം വന്നിട്ട് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച കമലാകാന്തൻ അദ്വൈതാചാര്യന്റെ കാര്യദർശിയെ സേവനം അനുഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം വന്നിട്ട് അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസഭൃത്യനായിരുന്നു അദ്ദേഹം വന്നിട്ട്. അപ്പം പരമാനന്ദപുരി നവദ്വീപിൽ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ നമുക്കറിയാം പരമാനന്ദപുരി എന്ന് പറഞ്ഞ ഒരു കോട്ട് ബ്രദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ജഗന്നാഥ്പുരിയിലേക്ക് പോയ സമയത്ത് കമലാകാന്ത വിശ്വാസനെ കൂടെ കൊണ്ടുപോവുകയും പിന്നെ അങ്ങനെ അദ്ദേഹം ജഗന്നാഥ്പുരിയിൽ മഹാപ്രഭുവിനെ കാണാൻ പോവുകയും പിന്നെ അങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ ഭക്തന്മാരിൽ ഒരാളായി തീരുകയുമാണ് ഈ കമലാകാന്ത വിശ്വാസൻ എന്ന ഭക്തനെ പറ്റി പറയുന്നു. ശ്ലോകം 29. നീലാചലെ തേൻഹോ ഏക പത്രിക ലിഖിയ പ്രതാപരുദ്രേര പാശ ദിലപാഠായ. നീലാചലെ ജഗന്നാഥപുരി തേൻഹോ കമലാകാന്തൻ ഏക ഒരു പത്രിക കുറിപ്പ് ലിഖിയ എഴുതുക പ്രതാപരുദ്ര മഹാരാജാവ് ഭാഷ സംബോധന ചെയ്തു ദില പാഠായ അയച്ചു.
വിവർത്തനം: കമലാകാന്ത വിശ്വാസൻ ജഗന്നാഥ് പുരിയിൽ ആയിരുന്നപ്പോൾ അദ്ദേഹം പ്രതാപരുദ്ര മഹാരാജാവിന് ഒരു കുറിപ്പ് കൊടുത്ത് അയച്ചു. ശ്ലോകം 30. സെയ് പത്രീര കഥ ആചാര്യ കാഹി ജാനെ കോന പാകെ സെയ് പത്രി ആയിര പ്രഭു താനെ. ശബ്ദാർത്ഥം: സെയ് പത്രീര, ആ കുറിപ്പിന്റെ കഥ വിവരം ആചാര്യൻ അദ്വൈതാചാര്യൻ നാഹി ഇല്ല ജാനെ അറിയുക കോന്ന ഏതോ വിധത്തിൽ പാകെ മാർഗത്തിൽ സെയ് അത് പത്രി കുറിപ്പ് ആയില വന്നു പ്രഭു സ്ഥാനെ മഹാപ്രഭുവിന്റെ കയ്യിൽ. വിവർത്തനം: ആ കുറിപ്പിനെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു, പക്ഷെ ഏതോ വിധത്തിൽ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ കയ്യിൽ വന്നു ചേർന്നു. ശ്ലോകം 31. സെയ് പത്രീരയിലേക്ക ആചെ എയ്ത ലേഖന ഈശ്വത്തെ ആചാര്യര് കരിയാച്ചെ സ്ഥാപന. ശബ്ദാർത്ഥം: സെയ്, ആ, പത്രീരെ കുറിപ്പിൽ, ലേക്ക് ആചെ എഴുതിയിരുന്നു, എയ്ത ഇത്, ലിഖന എഴുതുക, ഈശ്വത്തെ ഈശ്വരന്റെ സ്ഥാനത്ത്, ആചാര്യരെ അദ്വൈതാചാര്യനെ, കരിയാച്ചെ സ്ഥാപിച്ചു, സ്ഥാപന സ്ഥാപിച്ച്. വിവർത്തനം: ആ കുറിപ്പിൽ അദ്വൈത ആചാര്യനെ ഭഗവാന്റെ ഒരു അവതാരമായി സ്ഥാപിച്ചിരുന്നു. ശ്ലോകം 32. ഹിന്ദു താൻ ദൈവേ കിച്ചു ഹൈ ആചെ ഋണ ഋണ ശോഭിതാരെ ചാഹി തൻക ശതദിന. ശബ്ദാർത്ഥം: ഹിന്ദു, പക്ഷേ താൻര, അദ്ദേഹത്തിന്റെ ദൈവ യഥാകാലം കിച്ചു കുറെ ഹൈ ആച്ചെ ഉണ്ടായിരുന്നു ഋണ കടം ശോധഭാരെ തീർക്കാൻ ചാഹി വേണം തൻക രൂപ ശതദിന 300ഓളം. വിവർത്തനം: പക്ഷേ അദ്വൈതാചാര്യന് 300 രൂപയോളം കടമുണ്ടെന്നും അത് കൊടുത്തു തീർക്കണമെന്നും കൂടി കമലാകാന്തൻ അതിൽ പറഞ്ഞിരുന്നു. ശ്ലോകം 33. പത്രപടിയ പ്രഭുരമനെ ഹൈല ദുഃഖ ബാഹിര ഹാസിയ കിച്ചു ബലെ ചന്ദ്രമുഖ. ശബ്ദാർത്ഥം: പത്ര കുറിപ്പ്, പടിയ വായിക്കുക, പ്രഭുര മഹാപ്രഭുവിന്റെ മനസ്സിൽ, ഹൈല ആയിത്തീർന്നു, ദുഃഖം, ബാഹ്യമായി, ഹാസ്യ പുഞ്ചിരിക്കുക, കിച്ചു എന്തെങ്കിലും, ബലെ പറയുക, ചന്ദ്രമുഖ ചന്ദ്രന് സമാനമായ മുഖമുള്ളവൻ. വിവർത്തനം: ആ കുറിപ്പ് വായിച്ച ചൈതന്യ മഹാപ്രഭു അസന്തുഷ്ടനായി തീർന്നു, പക്ഷേ അവിടുത്തെ വദനം അപ്പോഴും ചന്ദ്രനെ പോലെ പ്രകാശിച്ചിരുന്നു. മന്ദഹാസത്തോടെ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു. ഹരേ കൃഷ്ണ. അപ്പൊ നമ്മള് ഈ ഒരു 33-ാമത്തെ ശ്ലോകത്തിൽ വെച്ച് എന്ത് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിയുള്ളത് പിന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് വരുന്നത്, എന്താണുള്ള കാര്യങ്ങൾ. പിന്നെ നമുക്ക് ഇന്ന് നമുക്കറിയാം ഇന്നൊരു വിശേഷപ്പെട്ട ദിവസം കൂടിയാണ്. നമുക്ക് നമ്മുടെ ആചാര്യ പരമ്പരയിൽ ശ്രീല മാധവേന്ദ്രപുരി എന്നൊരു ആചാര്യൻ, അപ്പൊ അദ്ദേഹത്തിന്റെ തിരോഭാവ ദിനം കൂടിയാണ്. അപ്പം നമ്മൾ ചൈതന്യ ചരിതാമൃതം ക്ലാസ് നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. അപ്പൊ അദ്ദേഹം, നമുക്കറിയാം ഈ ഒരു മഹത്തായ ഒരു ഭഗവാന്റെ ഈ ഒരു പരിശുദ്ധ ഭക്തന്റെ തിരോഭാവ ദിനം കൂടിയാണ് ഇന്നത്തെ ദിവസം. അപ്പം മാധവേന്ദ്രപുരി എന്ന് പറയുന്ന ആചാര്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ മാധവേന്ദ്രപുരിയാണ് നമ്മുടെ ഈ ആചാര്യ പരമ്പരയിൽ രാധാകൃഷ്ണ ഭക്തിയെ പറ്റി നമുക്ക് കൊണ്ടുവന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ബ്രഹ്മമധ്വ ഗൗഡീയ സമ്പ്രദായം എന്ന് പറയുന്ന ആചാര്യ പരമ്പരയിൽ നമുക്ക് മാധവേന്ദ്രപുരി എന്ന് പറയുന്നതും അദ്ദേഹം നോക്കുകയാണെങ്കിൽ മധ്വാചാര്യന്റെ ശിഷ്യനെ ലക്ഷ്മി തീർത്ഥൻ നിന്നാണ് അദ്ദേഹം ദീക്ഷ സ്വീകരിച്ചത്. അപ്പൊ നമുക്ക് ആ ഒരു ലക്ഷ്മി തീർത്ഥൻ എന്ന ആചാര്യൻ വരുന്ന വരയ്ക്കും നമുക്ക് ഈ ഒരു രാധാകൃഷ്ണ വർഷിപ്പ് നമ്മുടെ ഈ ഒരു ആചാര്യ പരമ്പരയിൽ ഉണ്ടായിരുന്നില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഈ പ്രേമഭക്തിയെ പറ്റിയുള്ള ചർച്ച ഉണ്ടായിരുന്നില്ല നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ കൃഷ്ണനെ മാത്രം ആരാധിക്കുക എന്നുള്ളൊരു ഉണ്ടായിരുന്നു. പക്ഷെ ഈ രാധാകൃഷ്ണ ഭക്തിയെ പറ്റിയും പിന്നെ എന്താണ് ആക്ച്വലി പരിശുദ്ധ ഭക്തി എന്താണെന്നും ഭഗവാന്റെ ആ വിരഹഭക്തി അല്ലെ, മൂഡ് ഓഫ് ലവിങ് സെപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു വിരഹഭക്തിയെ പറ്റിയൊക്കെ നമുക്ക് ഈ മാധവേന്ദ്രപുരി എന്ന ആചാര്യനാണ് നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ പറയുന്നുണ്ട് നമ്മള്, അപ്പം ഈ മാധവേന്ദ്രപുരിയാണ് ആക്ച്വലി ഈ പ്രേമഭക്തിയുടെ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഒരു വേര് അല്ലെങ്കിൽ റൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ വേരിൽ നിന്ന് വന്ന് മെയിൻ ആയിട്ടുള്ള ആ ഒരു നമ്മുടെ ട്രങ്ക് എന്ന് പറയുന്നത് അല്ലെ, മരത്തിന്റെ മെയിൻ ആയിട്ടുള്ള ആ തടി എന്ന് പറയുന്നത്, ആ ശാഖ എന്ന് പറയുന്നത് ചൈതന്യ മഹാപ്രഭു ആണ്. ആ ചൈതന്യ മഹാപ്രഭുവിന്റെ വിവിധ തരം സബ് ബ്രാഞ്ചസ് ആണ് നമ്മൾ കാണുന്ന ഈ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത പോലെ തന്നെ നടന്നതുപോലെ നിത്യാനന്ദ പ്രഭുവിന്റെ ഒരു വിസ്തരണങ്ങൾ, പിന്നെ അദ്വൈതാചാര്യന്റെ നമ്മൾ ചർച്ച ചെയ്യുന്ന വിസ്തരണങ്ങളും, അതുപോലെ ഗദാധരന്മാരുടെ വിസ്തരണങ്ങൾ എന്ന് പറയുന്നത്, അതൊക്കെ ഓരോരോ ബ്രാഞ്ചസ് ആണ് പരമ്പരയുടെ. അപ്പൊ അതുപോലെ തന്നെ ശീലപ്രഭു എന്ന് പറയുന്നുണ്ട്, അതിലും ഒരു വിസ്തരണമാണ് ഈ ഇസ്കോൺ എന്ന് പറയുന്ന നമ്മുടെ ഈ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അന്താരാഷ്ട്ര കൃഷ്ണബോധ സമിതി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ ഒരു
ഈ ഒരു വിസ്തരണങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ ഭഗവാന്റെ അടുത്തുള്ള പരിശുദ്ധ ഭക്തിയാണ് ഈ ഒരു മരം നൽകുന്ന ആ ഫ്രൂട്ട് അല്ലെങ്കിൽ ആ ഫലം എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് ഈ ഒരു പ്രേമഭക്തി എന്ന് പറയുന്നത് നമുക്ക് ആക്ച്വലി നമുക്ക് ഇന്നും നമുക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിച്ചത് ഈ മാധവേന്ദ്രപുരി എന്ന ആചാര്യൻ ഈ ഈ ഒരു അദ്ദേഹത്തിന്റെ കാരുണ്യം കൊണ്ടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ആചാര്യൻ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രേമഭക്തി എന്നൊരു ഇത് വന്നിട്ടുണ്ടാവില്ല. കാരണം ആ മാധവേന്ദ്രപുരി എന്ന ആചാര്യനെ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പൊ അദ്ദേഹത്തിന് സേവനം ചെയ്താണ് ഈശ്വരപുരി. ഈശ്വരപുരിയാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ ഗുരു എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഈശ്വരപുരി മാധവേന്ദ്രപുരി അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അപ്പൊ അദ്ദേഹത്തിന് വളരെ ഹമ്പിൾ ആയിട്ട് അദ്ദേഹം സേവനം ചെയ്തു. നമ്മൾ നോക്കുകയാണെങ്കിൽ എളിമത്തത്തോടെ അദ്ദേഹം സേവനം ചെയ്യുകയാണ് ചെയ്തത്. മാധവേന്ദ്രപുരി അദ്ദേഹത്തിന് എല്ലാ രീതിയിലും അദ്ദേഹത്തിന് സേവനം ചെയ്യുകയും അപ്പൊ അങ്ങനെ ഒരു സേവനം ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിൽ ആചാര്യന്മാർ പറയുന്നത് അല്ലെ. അദ്ദേഹം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജനങ്ങളൊക്കെ അദ്ദേഹം ക്ലീൻ ചെയ്യുകയും അപ്പൊ ഒരു മടി കൂടാതെയും ഒരു ഗുരുവിനെ എല്ലാ രീതിയിലും അദ്ദേഹത്തിന് ഏത് രീതിയിൽ അദ്ദേഹത്തിന് കൃഷ്ണാവബോധം ഭഗവാനെ പറ്റി ഓർക്കാനുള്ള ഒരു അവസരം കൊടുക്കുകയും അപ്പൊ ആ രീതിയിൽ അദ്ദേഹം സേവനം ചെയ്യുകയും ചെയ്തുകൊണ്ട് മാധവേന്ദ്രപുരിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഈശ്വരപുരി എന്നൊരു ആചാര്യന് ശ്രീചൈതന്യ മഹാപ്രഭു ഭഗവാൻ തന്നെ അദ്ദേഹത്തിന് ഒരു ആക്ച്വലി അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിട്ട് വന്നത് എന്ന് ഇതിൽ പറയുന്നുണ്ട്, ചൈതന്യചരിതാമൃതത്തിൽ പറയുന്നുണ്ട്. അങ്ങനൊരു ആചാര്യന്റെ ഒരു തിരോഭാവ ദിനമാണെന്ന് ഇപ്പൊ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. മാധവേന്ദ്രപുരി എന്ന ആചാര്യനോട് അദ്ദേഹത്തിന് നമുക്കറിയാം പലപ്പോഴും ഇതിൽ പറയുന്ന ശാസ്ത്രങ്ങളിൽ ഈവൻ രാധാറാണിക്ക് അറിയുന്ന പല ശ്ലോകങ്ങൾ കൂടി അത് അറിയുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ മാധവേന്ദ്രപുരി ആയിരുന്നു, ഈ ഭൗതിക ലോകത്തിൽ വന്ന വ്യക്തി. അപ്പൊ പലപ്പോഴും അത്രയും ഉയർന്ന ഭക്തി രസത്തിലുള്ള ഒരു വ്യക്തിയായിരുന്നു മാധവേന്ദ്രപുരി എന്ന ആചാര്യൻ. അപ്പൊ നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കാം എങ്ങനെയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഭഗവാൻ കൃഷ്ണനടുത്തുള്ള അദ്ദേഹത്തിന്റെ ആ പരിശുദ്ധ ഭക്തിയുടെ ഒരു അംശമെങ്കിലും നമുക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം അതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് കൂടിയാണുള്ളത്. പിന്നെ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന നമുക്കറിയാം ഒരു ഗൗരി പൂർണിമ കൂടി വരികയാണ്. അപ്പൊ വളരെ വിശേഷപ്പെട്ട ഒരു നമുക്കറിയാം നമ്മള് ഗൗഡീയ വൈഷ്ണവ പരമ്പരയിലുള്ള ഭക്തന്മാരെ അപേക്ഷിച്ച് ഗൗരി പൂർണിമ എന്ന് പറയുന്ന ഒരു പുതുവർഷവും അതുപോലെ തന്നെ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും മഹാവദാന്യനായ ഒരു അവതാരമാണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ചൈതന്യ മഹാപ്രഭു ഈ ഗൗരി പൂർണിമ വരവേൽക്കുന്ന പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് ചൈതന്യ മഹാപ്രഭു ചൈതന്യ ചരിതാമൃതം നമ്മൾ വായിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇതിനെ വരവേൽക്കാൻ പറ്റുന്നത്. അപ്പൊ നമുക്ക് ഇത് നല്ലൊരു അവസരമാണ്. നമുക്ക് ഈ ചൈതന്യ ഗൗരി പൂർണിമ അവസരത്തിൽ നമുക്ക് കുറച്ചു നേരമെങ്കിലും ഡെയിലി നമുക്ക് ഈ ചൈതന്യ ചരിതാമൃതത്തെ പറ്റി ചർച്ച ചെയ്യാൻ സാധിക്കുന്നത് വളരെ ഒരു ഭാഗ്യമാണ്. അപ്പൊ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ കാര്യം എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു അവസരം ഒരുക്കിയ കഥാമൃത പ്രഭുവിനും ഐശ്വര്യ മാതാജിക്കും വളരെ നന്ദി. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭുജി ഞാന് ഈ ചരിതാമൃതം മുഴുവൻ വായിച്ചിട്ട് ഒരിടത്തും ഞാന് ഹരേ കൃഷ്ണ എന്നുള്ള മന്ത്രം ഞാൻ കണ്ടിട്ടില്ല. ഹരി ഹരി എന്നേ കണ്ടിട്ടുള്ളൂ. പ്രഭുപാദിന്റെ ഭാവാർത്ഥത്തിൽ കാണുന്നുണ്ട് ഹരേ കൃഷ്ണ മന്ത്രം. പക്ഷേ ട്രാൻസ്ലേഷൻ നമ്മള് വേഴ്സിൽ നോക്കുമ്പം ഹരേ കൃഷ്ണ മന്ത്രം ഞാൻ കണ്ടില്ല. പ്രഭുജി കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും ഒരു വേഴ്സില്? ഇല്ല മാതാജി, ഞാൻ ട്രാൻസ്ലേഷനിൽ കണ്ടിട്ടുള്ളൂ. ട്രാൻസ്ലേഷനാണ് കണ്ടിട്ടുള്ളത് മാജി. അതോ പർപ്പോട്ടിലോ? ആ ട്രാൻസ്ലേഷനിലും ചിലത് അല്ലെങ്കിൽ പർപ്പട്ടിലും കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ ഇതിലായിട്ട് മാതാജി പറയുന്ന പോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ശ്ലോകത്തിൽ ഹരേ കൃഷ്ണ എന്ന് വരുന്ന രീതിയിൽ കണ്ടിട്ടില്ല മാതാജി. കണ്ടിട്ടില്ല അല്ലേ? കണ്ടിട്ടില്ല മാതാജി, കണ്ടിട്ടില്ല അപ്പൊ അത് റീസൺ നമുക്കത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, പക്ഷെ ചൈതന്യ മഹാപ്രഭു നിരന്തരം ഹരേ കൃഷ്ണ മന്ത്രം പ്രചരിപ്പിച്ചുള്ളത് നമുക്കൊരു ഇതായിട്ട് കാണാൻ സാധിക്കും. കാരണം അദ്ദേഹം പല സ്ഥലങ്ങളിലും പ്രചരിപ്പിച്ചിട്ടുള്ള ഇത് നമുക്ക് കാണാൻ ആചാര്യ പരമ്പരകൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അതർ ശാസ്ത്രങ്ങൾ എടുക്കുന്ന സമയത്ത് അതിൽ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. പക്ഷെ സ്പെസിഫിക്കലി അങ്ങനെ ഈ ഒരു ചൈതന്യ ചരിതാമൃതത്തിൽ അങ്ങനെ ശ്ലോകം പറയുന്നതായിട്ട് അതിൽ പറയുന്നില്ല മാതാജി. കാരണം ഇതൊരു ബയോഗ്രഫി ആയിട്ട് എഴുതിയത് കൊണ്ട് ചിലപ്പോൾ ആയിരിക്കാം, നമുക്ക് അറിയില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമിയാണ് അദ്ദേഹം എഴുതിയത് രഘുനാഥദാസ് ഗോസ്വാമിയുടെ ഇതനുസരിച്ചിട്ട്. അപ്പൊ അതൊരു ലൈഫ് ഹിസ്റ്ററി ആയിട്ട് എഴുതിയത് കൊണ്ട് അങ്ങനെ ഒരു പർട്ടിക്കുലർ ആയിട്ടും അങ്ങനെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഡയറക്റ്റ് ആയിട്ട് വരുന്ന ശ്ലോകത്തിൽ വന്നിട്ടില്ല മാതാജി. ആക്ച്വലി വന്നിട്ടില്ല. എനിക്കൊരു സംശയം തോന്നി. ചിലപ്പം വേറെ ഇതിൽ കാണുമായിരിക്കും അല്ലെ? ചൈതന്യ ഭാഗവതത്തിലോ വല്ലോ ഉണ്ടാവുമായിരിക്കും.
ഉണ്ടാവായിരിക്കും മാജി. കാരണം ഇത് ശരിക്കും ചൈതന്യ മഹാപ്രഭു അദ്ദേഹം ആക്ച്വലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹരി ഹരി എന്നാണ് കൂടുതൽ പറയുന്നത് മാജി. അതിലൊക്കെ നമ്മൾ അതെ ശ്ലോകങ്ങൾ അതെ അതെ കാണുമ്പോൾ പോലോ ഹരി ഹരി അതെ എന്നൊക്കെയാണ് നമ്മൾ ഉം, കണ്ടിട്ടുള്ളത് മാതാജി. പക്ഷെ ഉം. അൾട്ടിമേറ്റ്ലി പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ചൈതന്യ മഹാപ്രഭു നമ്മൾ നോക്കുന്ന പ്രചരണം ചെയ്തത് ഹരേ കൃഷ്ണ മന്ത്രമാണ് എന്നുള്ളത് നമുക്ക് ശാസ്ത്രങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും. ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈവ് ടീച്ചിങ്സ് ഒരുപാട് ചൈതന്യോ അങ്ങനത്തെ പുസ്തകങ്ങൾ എടുത്തു കഴിഞ്ഞാൽ രൂപഗോസ്വാമി അവർക്ക് എഴുതിയ പുസ്തകങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും മാതാജി, ബുക്കുകളിൽ. ഓക്കെ ഓക്കെ പ്രഭുജി, താങ്ക് യു. താങ്ക് യു മാതാജി. താങ്ക് യു ഹരേ മാതാജി. ഹരേ കൃഷ്ണ. കൃഷ്ണ. ഓക്കെ, അപ്പൊ വേറെ സംശയങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. വന്നു ചേർന്ന ഭക്തന്മാർക്ക് വിനീതമായ നന്ദി. ഹരേ കൃഷ്ണ. Thank you so much, Prabhu. Hare Krishna. Thank you so much. ഹരേ കൃഷ്ണ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. Hare Krishna. Hare Krishna. ഹരേ കൃഷ്ണ. തന്നെ മാതാജി. ഹരേ കൃഷ്ണ. ശ്രീചരണ ജയ്. ശീല പ്രഭുപാദ Jai. സമവേത ഗൗരഭക്തി. Jai. Jai. Thank you so much, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ.